38 വർഷം, ഏകദേശം 4 പതിറ്റാണ്ട് ഒരു അമ്മയെ പോലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്ന ഒരാൾ. രാധ ചേച്ചി അല്ലെങ്കിൽ രാധാമ്മ എന്നൊക്കെ അവർ സ്നേഹത്തോടെ വിളിക്കും. തൃശ്ശൂർ ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ പാചക തൊഴിലാളിയാണ് രാധാ ശശികുമാർ. അപ്പോൾ നീണ്ട കാലത്തെ ആ ഒരു സേവനത്തിന് ശേഷം അവർ വിരമിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ഒക്കെ ചേർന്ന് വളരെ സ്നേഹത്തോടെ യാത്ര അയക്കുകയാണ്. ചാലക്കുടിക്കാരുടെ ഉറ്റചങ്ങാതി കലാഭവൻ മണി മുതൽ നിരവധി വിദ്യാർത്ഥികൾ പഠിച്ച ഇടമാണ് ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ. ഇവിടേക്ക് 1987 പാചകക്കാരിയായി എത്തിയതാണ് രാധാ ശശികുമാർ. പാചക തൊഴിലാളിക്കപ്പുറത്തേക്ക് അമ്മയുടെ കരുതലാണ് സ്കൂളിലെ തൻ്റെ കുഞ്ഞുമക്കൾക്ക് രാധ നൽകിയിരുന്നത്. അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് സമരമായിരുന്നു സ്കൂളിൽ. എന്ന് സമരം കഴിഞ്ഞ് പിള്ളേർ സമരം വന്നിട്ട് പിള്ളേർ ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ കൊച്ചുങ്ങളെയൊക്കെ വിളിച്ച് നിർത്തും. മക്കളെ ചോറിണ്ടിട്ട് പോവാ, അരി അടപ്പത്തിട്ടേക്കണ രാധേച്ചി, ചോറുണ്ടിട്ട് തന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്ന കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും രാധയുടെ മനസ്സിലുണ്ട്. അടുപ്പ് കൂട്ടാൻ കല്ലുണ്ടായിരുന്നില്ല. അപ്പം മണി അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു ഇട്ട് ഹനുമാൻ മല ചോക്കണത് എങ്ങനെയാന്ന് കാണിച്ചു തരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലിങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് തന്നു. എന്നിട്ട് എനിക്ക് തിരിച്ച് ചോറ് തന്നാ മതിട്ടാന്ന് പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ മണി പോയപ്പോൾ അനുജൻ രാമകൃഷ്ണനെ തന്നെ ഏൽപ്പിച്ചാണ് പോയതത്രേ. ബക്കറ്റൊക്കെ ഇനി കഴുകണ്ട രാധേച്ചി, മണി നക്കി തുടച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയായിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഭക്ഷണം വിളമ്പി തന്ന രാധേച്ചിയെ കാണാൻ മണി എത്തുമായിരുന്നു. രാധേച്ചിയുടെ ഭക്ഷണം നുണഞ്ഞവരാരും പിന്നീട് ഒരിക്കലും മറക്കില്ല. അത്രയുണ്ട് അവരുടെ ആത്മബന്ധം. എല്ലാരും ഒരു 12 മണിയാകുമ്പോൾ വിശന്ന് കാഞ്ഞ് ഓടിച്ചെല്ലുന്നത് കഞ്ഞിപ്പരയിലേക്കാണ്. രാധേശി ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെ വിളിക്കണ പോലെയാ, കയറി വാടാ. നമ്മളൊക്കെ വളരെ പട്ടിണി കിടക്കുന്ന ഒരു സമയം, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു ആ സാഹചര്യം ജീവിച്ചിരുന്ന ആളുകളാണ് അന്നൊക്കെ. അപ്പൊ അന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷം. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സ്കൂൾ അടുക്കളയിൽ ചിലവിട്ട രാധേച്ചിക്ക് ഇനി വിശ്രമമാണ്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. സ്നേഹത്തോടെ ഭക്ഷണം അല്ലേ തരുന്നവരോട് നമുക്കെപ്പോഴും ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹം അങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ കലാഭവനി ചേർത്ത് പിടിക്കുന്ന കണ്ടില്ലേ. എത്രയോ വർഷങ്ങൾ പിന്നിട്ടാലും അവരോടുള്ള സ്നേഹം അതങ്ങനെ മങ്ങാതെ നിൽക്കും. അപ്പോൾ രാധേച്ചിക്ക്, രാധാമ്മയ്ക്ക് അല്ലേ എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ശ്യാമേ, സ്നേഹത്തോടുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അവിടുത്തെ കുട്ടികളായി അവരുടെ മാനസികമായ അടുപ്പം എത്രത്തോളം ദൃഢമായിരുന്നു എന്ന്. പറയൂ, ആ യാത്രയിപ്പോൾ എങ്ങനെയായിരുന്നു? സങ്കടത്തോടെയാണോ പിരിഞ്ഞുപോയേ? ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപക ദമ്പതികളായിരുന്ന ജോസഫ്, വത്സമ്മ, ഇവർ രണ്ടുപേരുമാണ് 1987 രാധാ ശശികുമാറിന് ഈ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുകയും പിന്നീട് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം ആ സ്കൂളിനോട് ഭയങ്കര ബന്ധമാണ് ചേച്ചിക്ക്. ആ ബന്ധം പിന്നീട് ഒരു 38 വർഷക്കാലം പാചക തൊഴിലാളി എന്ന നിലയിൽ നിലനിന്നു എന്നതാണ്. ഇക്കാലം അത്രയും നിരവധിയായ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വെച്ചു വിളമ്പി. അക്കൂട്ടത്തിൽ ഒരാളാണ് ചാലക്കുടിക്കാരൻ്റെ സ്വന്തം ചങ്ങാതിയായിട്ടുള്ള കലാഭവൻ മണി. കലാഭവൻ മണിയായിട്ട് ഏറെ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. കലാഭവൻ മണിയുടെയൊക്കെ ആ ഒരു വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയേറെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞ കാലഘട്ടമാണ്. സ്കൂളിലെ ഭക്ഷണവും മറ്റുമൊക്കെയാണ് കഴിച്ചിരുന്നത്. ആ സമയത്ത് രാധ ചേച്ചിയും ഇത്തരത്തിൽ കഞ്ഞിയും പയറും ഒക്കെ കലാഭവൻ മണിക്കും കൃത്യമായ രീതിയിൽ നൽകുകയും അത് ഒരു അളവിൽ കവിഞ്ഞ സ്നേഹം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ടാവാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്തത്. കൂടാതെ പാചകപ്പുരയിലെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കലാഭവൻ മണി അടക്കമുള്ള ആളുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ ചേച്ചിയോട് പ്രത്യേകമായ ഒരു ആത്മബന്ധം കൂടി ഇവർക്കൊക്കെ ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയതാണ്. അങ്ങനെ 38 വർഷത്തെ സേവനം അവസാനിപ്പിച്ചപ്പോൾ നിരവധിയായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും അവിടെ എത്തി. മണിയുടെ അഭാവം ഉണ്ടായെങ്കിൽ പോലും മണിയുടെ ഓർമ്മകൾ ചേച്ചി അവിടെ പങ്കുവെക്കുകയും ചെയ്തു. നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നാണ് ചേച്ചിക്ക് ഇത്തരമൊരു യാത്രയയപ്പ് നൽകിയത്. ആ യാത്രയയപ്പിൻ്റെ ഓർമ്മകളുമായിട്ട് ഇനിയുള്ള ജീവിതം നല്ല നിലയിൽ ഒരു വിശ്രമകരമായൊരു ജീവിതം നയിക്കാൻ രാധ ചേച്ചി കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ശരി.